സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഒരു വ്യക്തിയുടെ ജീവിതം ഇടവേളകളില്ലാത്ത ഒരു മത്സരമാണെന്ന് ബോധ്യമാകും. ജീവിതത്തിലെ സങ്കീർണമായ സാഹചര്യങ്ങളെ ഫലപ്രദമായി മറികടക്കുന്നതിനുള്ള അനുകൂലനങ്ങൾ ആർജിക്കുന്ന വ്യക്തികൾ ഈ മത്സരത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന ഒരു നിലപാടുണ്ട്. അത് ഇക്കാര്യത്തിലും പ്രസക്തമാണ്. അലസൻ അസ്ഥാനപ്രഭു എന്ന ശീർഷകത്തിലാണ് എൻ്റെ ഈ സംസാരം. ഒരവസരം വന്നിട്ട് ജാഗ്രതാകുക, പ്രവർത്തിക്കുക എന്ന രീതി മിക്കപ്പോഴും ഗുണകരമല്ല. എപ്പോഴും ജാഗ്രതാപൂർവമായ പ്രതീക്ഷ പുലർത്തുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ പൊടുന്നനെ എത്തുന്ന അവസരങ്ങളെ കഴിയുന്നത്ര പ്രയോജനപ്പെടുത്താനാകൂ എന്നതാണ് യാഥാർത്ഥ്യം. അവസരം വന്നിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഏറെ പരിമിതികളെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കും. അവസരം എപ്രകാരത്തിലുള്ളതാണെന്നും അത് എന്തിനൊക്കെ പര്യാപ്തമാണെന്നും വ്യക്തമായി മനസ്സിലാക്കുക, സവിശേഷ സ്വഭാവത്തിലുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതിനുതകുന്ന ശ്രമങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് നിശ്ചയിക്കുക, സന്ദർഭത്തിന് യോജിച്ച പ്രകാരത്തിൽ ഉത്തമ ശ്രമങ്ങൾക്കായുള്ള സന്നാഹങ്ങൾ ഒരുക്കുക, ഒടുവിലായി ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ലക്ഷ്യപ്രാപ്തിക്കായി ശ്രമിക്കുക എന്നിങ്ങനെ എത്രയോ ഘടകങ്ങൾ ഉൾപ്പെടുന്ന ദീർഘവും നിർണായകവുമായ ഒരു ഘട്ടമാണ് അവസരം കൈവന്നതിന് ശേഷം അതിനെ പ്രയോജനപ്പെടുത്തുവാൻ പുറപ്പെടുന്ന ഒരാളിന് തരണം ചെയ്യേണ്ടി വരിക. മറിച്ച് ജാഗ്രത ശീലമായിട്ടുള്ള ഏതൊരാൾക്കും ജീവിതത്തിൽ പൊടുന്നനെ പ്രത്യക്ഷമാകുന്ന അവസരങ്ങളെ യഥാകാലം തന്നെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. ജീവിതത്തിൽ വൻ വിജയങ്ങൾ കൈവരിച്ച വ്യക്തികളുടെ അനുഭവ ചരിത്രം പരിശോധിച്ചാൽ ഇത് ബോധ്യമാകും. അപ്രകാരത്തിലുള്ള വിവരങ്ങൾ പുതുതലമുറക്കാർ ശ്രദ്ധാപൂർവം മനസ്സിലാക്കുന്നത് നന്ന്. അവസരം വന്നിട്ട് പരിശ്രമിക്കാൻ കാത്തിരിക്കുന്നവർ വാസ്തവത്തിൽ ഏറിയ കാലവും നിർജീവാവസ്ഥയിലാണെന്ന് പറയാം. അത്തരം വ്യക്തികളുടെ കഠിനമായ പരിശ്രമങ്ങൾ പോലും ഫലപ്രദമായി കൊള്ളണം എന്നില്ല. അങ്ങനെയുള്ളവർക്ക് സ്വയം ആത്മവിശ്വാസം സമാഹരിക്കുന്നതിനുള്ള ഉപാധികളാണ് ലക്ഷ്യബോധവും ജാഗ്രതയും സ്ഥിരോത്സാഹവും. നാം എപ്പോഴും ഊർജ്ജസ്വലരായിരിക്കുക തന്നെ വേണം. നിരാശയും നിർമ്മമത്വവും നിഷ്ക്രിയത്വവും തുടരുന്ന വ്യക്തികൾക്ക് മെച്ചമായ ഫലസ്ഥിതികൾ രൂപപ്പെടുത്തുക പ്രയാസമാകും. അവർക്ക് മിക്കപ്പോഴും അസ്ഥാനലബ്ധിയാണ് ഉണ്ടാവുക. ലക്ഷ്യനിർണയ കൗശലം, ഉത്സാഹം, ജാഗ്രത എന്നീ ലക്ഷണങ്ങൾ ഒട്ടും തന്നെ കൈമോശം വരാതെ സൂക്ഷിക്കുന്നവർക്കുള്ളതാണ് ജീവിതത്തിലെ ഏറെക്കുറെ എല്ലാ സാധ്യതകളും. അല്ലാത്തവർക്ക് ജീവിതം സാധാരണഗതിയിൽ നിശ്ചേതനവും വിരസവുമായ ഒരു ബാധ്യത മാത്രമാകാനേ വഴിയുള്ളൂ. എപ്പോഴും ജാഗ്രതയോടെ പ്രത്യുൽപ്പന്നമതികളായി ജീവിക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കണം. അനുയോജ്യമായ സ്ഥാനങ്ങളിലേക്കുള്ള മുടക്കമില്ലാത്ത യാത്രയാകണം ഓരോ ആളിൻ്റെയും ജീവിതം. മറ്റാരെയും തോൽപ്പിക്കാതെ നമുക്കും വിജയിക്കണം.